വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും അല്ലാഹു കൽപ്പിച്ചു. ബാപ്പാനോട് ഉമ്മാനോട് എന്തെങ്കിലും അസ്വാരസ്യങ്ങളെ പേരിൽ പിണക്കം വന്നെങ്കിൽ സഹോദരങ്ങളെ, കുറ്റക്കാര് ബാപ്പമാര് ഉമ്മമാരാണെങ്കിലും പൊരുത്തപ്പെട്ട് കൊടുത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങണം. കുറ്റപ്പെടുത്താതെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. കാരണം ബാപ്പയും ഉമ്മയും എന്നൊരു സ്ഥാനം ചെറിയ സ്ഥാനമല്ല, ചെറിയ ബഹുമാനമല്ല. അവർക്ക് ഗുണം ചെയ്യണം, അവരുടെ പെർമിഷൻ വേണം, അവരുടെ അനുവാദം വേണം. കല്യാണം കഴിക്കാൻ ഉസ്താദേ ഞാനങ്ങ് സെലക്ട് ചെയ്താ പോരെ? പോരാ മോനെ, പോരാ മോളെ. നീ അങ്ങ് ഡിഗ്രിക്ക് പഠിക്കുമ്പോ, നീ അങ്ങ് പ്ലസ് ടുവിന് പഠിക്കുമ്പോ നീ ഒരു സെലക്ഷൻ നടത്തിയാ പോരാ. ബാപ്പാന്റെ ഉമ്മാന്റെ പെർമിഷൻ വേണം. ഹജ്ജിന് പോകാൻ ബാപ്പാന്റെ ഉമ്മാന്റെ അനുവാദം വേണം. നാട് വിട്ട് കച്ചവടത്തിന് പോകാൻ ബാപ്പാന്റെ ഉമ്മാന്റെ പെർമിഷൻ വേണം. മുത്തുനബി തങ്ങളോടുകൂടെ ഹജ്ജിന് പോകാനും ബാപ്പാന്റെ ഉമ്മാന്റെ അനുവാദം വേണം. ബാപ്പ ഉമ്മാന്റെ അനുവാദമില്ലാതെ പോകാൻ പറ്റിയ ഒരു കാര്യം ത്വലബുൽ ഇൽമു മാത്രമാണ്. ഇൽമു തേടുക എന്നൊരു വിഷയം മാത്രമാണ്. ബാക്കി എല്ലാറ്റിനും വേണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ താല്പര്യപ്പെട്ട് ഇഷ്ടം പോലെ ആഗ്രഹം വെച്ച് യമനിൽ നിന്നൊരു സ്വഹാബി വന്നു. ഇന്ന് യമനിൽ നിന്ന് വരാന്ന് പറഞ്ഞ പ്രയാസമല്ല, അന്ന് യമനിൽ നിന്ന് വന്നു. എത്ര പ്രയാസകരമായ യാത്രയാണ്. എന്തിനാ നിങ്ങൾ വന്നത്? ഞാൻ തങ്ങളോടൊപ്പം ജിഹാദിൽ പങ്കെടുക്കാൻ വന്നതാ നബിയെ. അഹയ്യുൻ വാലിദൈക്, ബാപ്പ ഹയാത്തിലുണ്ടോ ഉമ്മ ഹയാത്തിലുണ്ടോ? രണ്ടാളും ഹയാത്തിലുണ്ട്. അവര് സമ്മതിച്ചോ നിങ്ങൾ വരുമ്പോ? ഇല്ല നബിയെ, അവര് കരഞ്ഞുപോയി. ഇർജിഇ ഇലൈഹിമാ, നിങ്ങൾ അവരിലേക്ക് മടങ്ങിപ്പോകൂ. എന്നിട്ട് ആ കരഞ്ഞ മുഖങ്ങളെ നിങ്ങൾ ചിരിപ്പിക്കൂ, അവർക്ക് സന്തോഷം പകരൂ. എന്നാണോ അവരനുവാദം കിട്ടുന്നത് അന്ന് മാത്രം വരണേ, അല്ലാതെ വരേണ്ടതില്ല. ഉസ്താദേ ഈ കാലഘട്ടത്തിൽ അങ്ങനൊക്കെ പറഞ്ഞാ നടക്കോ? അതാണ് പൊരുത്തെന്ന് പറഞ്ഞത്, അതാണ് ഗുരുത്വം എന്ന് പറഞ്ഞത്.